ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓട്ടോകാഡ് ഫങ്ഷൻ കീസ് പഠിച്ചു വയ്ക്കാനായിട്ടൊരു കോഡാണ് കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു കോഡ് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഫങ്ഷൻ കീസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഓട്ടോകാഡിൽ മെയിൻലി 12 ഫങ്ഷൻ കീസ് ആണ് യൂസ് ചെയ്യുന്നത്. F1 തൊട്ട് F12 വരെ 12 ഫങ്ഷൻ കീസ് ഓട്ടോകാഡിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് കാണാം. F1 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് വിൻഡോ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഈ ഒരു F1 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പം F2 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് സ്ക്രീൻ ടോഗിൾ ചെയ്യാനായിട്ടാണ്. ടെക്സ്റ്റ് സ്ക്രീൻ അല്ലെങ്കിൽ കമാൻഡ് വിൻഡോ, എക്സ്പാൻഡഡ് ഹിസ്റ്ററി, കമാൻഡ് ഹിസ്റ്ററി എന്നൊക്കെ കാണാറുണ്ട്. അപ്പം നമുക്ക് അവിടെയുള്ള ആ ഒരു നമ്മൾ കൊടുത്ത കമാൻഡുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ക്രീനാണ് ആ ഒരു ടെക്സ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് സ്ക്രീൻ ടോഗിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് കട്ട് കീ ആണ് F2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ F3 യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് അല്ലെങ്കിൽ സ്നാപ്പ് മോഡ് ടോഗിൾ ചെയ്യാനായിട്ടാണ്. ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റുകളിൽ ഉള്ള പ്രിസൈസ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ പ്രിസൈസ് പോയിൻറ്റ്സുകൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിസൈസ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിൽ മിഡ് പോയിൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സോ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കേഴ്സർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടോഗിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഓൺ ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ F3 യൂസ് ചെയ്യുന്നത്. ഇനി F4 യൂസ് ചെയ്യുന്നത് നമ്മൾ സ്നാപ്പിന് തന്നെയാണ്, പക്ഷെ അത് 3D എലമെൻസിന് വേണ്ടിയിട്ട് 3D ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ആ ഒരു അഡീഷണൽ ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡിനെയാണ് നമ്മൾ 3D സ്നാപ്പ് എന്ന് പറയുന്നത്. അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ F4 കീ യൂസ് ചെയ്യുന്നത്. ഇനി F5 യൂസ് ചെയ്യുന്നത് ഐസോപ്ലെയിൻ ടോഗിൾ ചെയ്യാനായിട്ടാണ്. ഐസോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിലെ പോലെ തന്നെ നമുക്ക് 30 ഡിഗ്രിയിലൊക്കെ ആംഗിൾ വെച്ചിട്ട് ലൈൻസ് ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഐസോപ്ലെയിൻ. അപ്പോൾ 2 ഡയമെൻഷനലി ഈ ഒരു ഐസോപ്ലെയിൻ വരയ്ക്കാനായിട്ട് അത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് F5. ഇനി F6 എന്ന് പറയുന്നത് ഡൈനാമിക് UCS ടോഗിൾ ചെയ്യാനായിട്ടാണ്. ഈ ഡൈനാമിക് UCS എന്ന് പറഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, അതാണ് ഈ UCS ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു മൂവബിൾ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ UCSൽ നോർമലി XY പ്ലെയിൻ ആണ് നമ്മുടെ വർക്ക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 3D സോളിഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ആ സോളിഡിൻ്റെ ഓരോ പ്ലെയിൻ സർഫസുകളും ഡിഫറെൻറ്റ് പ്ലെയിൻസിലായിരിക്കും കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്ലെയിൻ സർഫസ് അതിനെല്ലാം അലൈൻഡ് ആയിട്ട് നമുക്ക് വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഡൈനാമിക് UCS. അപ്പം ആ ഒരു ഫങ്ഷൻ ഓൺ ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ F6 യൂസ് ചെയ്യുന്നത്. ഇനി F7 എന്ന് പറയുന്നത് ഗ്രിഡ് മോഡ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൽ വരുന്നൊരു വിഷ്വൽ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഗ്രിഡ് എന്ന് പറയുന്നത് കുറേ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ആയിരിക്കും. അപ്പം അത് ഓൺ ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിന് ജസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ ഡിസ്പ്ലേ മാത്രമാണ്. അത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ വരത്തൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു F7 യൂസ് ചെയ്യുന്നത്. ഇനി F8 എന്ന് പറയുന്നത് ഓർത്തോ മോഡ് ടോഗിൾ ചെയ്യാനായിട്ടാണ്. ഓർത്തോ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഡയറക്ഷനിൽ മാത്രം, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മാത്രം നമുക്ക് കേഴ്സർ മൂവ്മെൻറ്റ് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓർത്തോ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർത്തോ മോഡ് ടോഗിൾ ചെയ്യാനായിട്ടാണ് നമ്മൾ F8 യൂസ് ചെയ്യുന്നത്. ഇനി F9 ആണെങ്കിൽ സ്നാപ്പ് മോഡ് ടോഗിൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു, ഒബ്ജക്റ്റിലെ ഓരോ പോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷൻസ് സ്നാപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്ന ആ ഒരു സ്നാപ്പ് മോഡ് അല്ലെങ്കിൽ സിംപിളി നമ്മൾ സ്നാപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ഒരു ഗ്രിഡ് മോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഗ്രിഡ് പോയിൻറ്റ്സിലാണ് നമ്മൾ സ്നാപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ടാണ് ഈ ഒരു സ്നാപ്പ് മോഡ് യൂസ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് ആ ഒരു സ്പെസിഫൈഡ് ഗ്രിഡ് ഇൻ്റർവെൽസിന് ഇടയ്ക്ക് നമ്മുടെ ആ ഒരു കേഴ്സർ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടാണ് നമ്മൾ സ്നാപ്പ് മോഡ് യൂസ് ചെയ്യുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇൻ്റർവെൽ, ഓക്കെ, ആ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് മാത്രമായിട്ട് നമ്മുടെ കേഴ്സർ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്നാപ്പ് മോഡ്. ഇനി F10 എന്ന് പറയുന്ന പോളാർ മോഡ് ടോഗിൾ ചെയ്യാനായിട്ടാണ്. പോളാർ മോഡ് അല്ലെങ്കിൽ പോളാർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പോളാർ ആംഗിൾസിലേക്ക് നമ്മുടെ കേഴ്സർ മൂവ്മെൻറ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളാർ മോഡ് അല്ലെങ്കിൽ പോളാർ ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നമ്മൾ ആംഗിൾസ് ഒന്നും കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പെസിഫിക് ആംഗിൾസിലേക്ക് സ്നാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫങ്ഷനാണ് ഈ ഒരു പോളാർ ട്രാക്കിംഗ് അല്ലെങ്കിൽ പോളാർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടോഗിൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീ ആണ് F10. ഇനി F11 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ് F11 എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലുള്ള സ്നാപ്പ് പോയിൻറ്റ്സും ലൊക്കേഷൻസിനൊക്കെ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി കേഴ്സർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ഫങ്ഷൻ കീ ആണ് F12. F12 എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈനാമിക് ഇൻപുട്ട് മോഡ് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ F12 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡുകൾ എൻ്റർ ചെയ്യാനുള്ളൊരു ഓൾട്ടർനേറ്റീവ് വേ പ്രൊവൈഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ വാല്യൂസ് അടിച്ചു കൊടുക്കുന്നതിന് പകരം ഇത് ഓട്ടോമാറ്റിക്കലി ഡൈനാമിക്കലി ആ ഒരു ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കേഴ്സറിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ കാണിക്കുന്നത്. കേഴ്സറിൻ്റെ അടുത്തായിട്ട് ഡിസ്റ്റൻസുകളും ആംഗിൾസും ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൈനാമിക്കലി അപ്ഡേറ്റഡ് ആവുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു കേഴ്സറിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൈനാമിക് ഇൻപുട്ട് മോഡ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ F12 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഫങ്ഷൻ കീസ് ഉണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ചിലർക്ക് ആ ഒരു ഓർഡർ ഇതെല്ലാം പഠിച്ചു വെച്ചെങ്കിലും ആ ഒരു ഓർഡർ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോഡ് പറയുന്നത്. അപ്പോൾ ആ കോഡ് നമുക്ക് നോക്കാം. അപ്പോൾ കോഡ് ഇങ്ങനെയാണ്: എല്ലാവരും ഹെൽപ്പിനായി സ്ക്രീം ചെയ്തുകൊണ്ട് ഓടടാ ഓട്ടം. പ്ലെയിനിൽ നിന്നും ഡൈനാമിറ്റോ ഗ്രനേഡോ വീണെന്ന് ഓർത്ത് സ്റ്റേറ്റ് പോലീസ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനാമിക് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഇത്തിരി ലെങ്തി ആയിട്ടുള്ള കോഡാണ്. പക്ഷേ ആ ഒരു ഫങ്ഷൻ കീസ് ഓർഡറിൽ ഓർത്ത് വെച്ചേക്കാൻ പറ്റാത്തവർക്ക് ഈ കോഡ് പഠിച്ചു വയ്ക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഡ് ഈസി ആയിട്ട് തോന്നുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം പഠിക്കുക. അപ്പം കോഡ് ഒന്നുകൂടെ നോക്കാം. എല്ലാവരും ഹെൽപ്പിനായി സ്ക്രീം ചെയ്തുകൊണ്ട് ഓടടാ ഓട്ടം. പ്ലെയിനിൽ നിന്ന് ഡൈനാമിറ്റോ ഗ്രനേഡോ വീണെന്നോർത്ത് സ്റ്റേറ്റ് പോലീസ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഡൈനാമിക് ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഓരോ ടൈമും എങ്ങനെയാണ് ആ ഒരു ഫങ്ഷൻ കീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഹെൽപ്പ് നമ്മൾ ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കീ, അതായത് ഫസ്റ്റ് F1 എന്ന് പറയുന്ന ഫങ്ഷൻ കീ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് വിൻഡോ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. ഇനി സ്ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് സ്ക്രീനാണ് കാണിക്കുന്നത്. F2 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടെക്സ്റ്റ് സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. ഇത് നമുക്ക് 2 O ഉണ്ട്. അതിൽ ഫസ്റ്റ് O എന്ന് പറയുന്നത് O സ്നാപ്പ് 2 ഡയമെൻഷണൽ O സ്നാപ്പ് കാണിക്കാനാണ്. സെക്കൻഡ് ഓയും O സ്നാപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ 3D O സ്നാപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. എല്ലാവരും ഹെൽപ്പിനായി സ്ക്രീം ചെയ്തുകൊണ്ട് ഓടടാ ഓട്ടം. ഹെൽപ്പ് ടെക്സ്റ്റ് സ്ക്രീൻ O സ്നാപ്പ്. സെക്കൻഡ് O സ്നാപ്പ് വരുന്നത് 3Dയുടെ കേസിലാണ്. ഇനി പ്ലെയിനിൽ നിന്ന് ഡൈനാമിറ്റോ ഗ്രനേഡോ വീണെന്നോർത്ത് സ്റ്റേറ്റ് പോലീസ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഡൈനാമിക് ഇൻപുട്ട് കൊടുത്തു. പ്ലെയിനിൽ നിന്ന്, അത് ഐസോപ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ F5ലേക്ക് വന്നേക്കാണ്. F5
യൂസ് ചെയ്യുന്നത് ഐസോപ്ലെയിൻ ടോഗിൾ ചെയ്യാനായിട്ടാണ്. ഇനി ഡൈനാമിറ്റോ, ഓക്കെ, അവിടെ നമുക്ക് ഡൈനാമിക് യൂസേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഗ്രനേഡിൻ്റെ ഗ്രിഡ് മോഡാണ് വരുന്നത്. ഇനി ഓർത്തോ എന്ന് പറയുന്നത് നമുക്ക് ഓർത്തോ മോഡിനോട് റിലേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് പോലീസ്, അതിൽ എസ് ഉണ്ട്, സ്നാപ്പ് മോഡ്. അതുപോലെ തന്നെ പോലീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോളാർ മോഡ്. ഇനി നെക്സ്റ്റ് ഫങ്ഷൻ കീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ആണ്. അത് ഒബ്ജക്റ്റ് ട്രാക്ക് എന്ന് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് F12 ഡൈനാമിക് ഇൻപുട്ടാണ് കാണിക്കുന്നത്. അവിടെ ഡയറക്റ്റ്ലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. അപ്പം ഇത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ ഫങ്ഷൻ കീസ് ഡയറക്റ്റ്ലി പഠിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ച് കൺഫ്യൂഷനായി പോകരുത്. ഓക്കെ, അപ്പം കോഡ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എല്ലാവരും ഹെൽപ്പിനായി സ്ക്രീം ചെയ്തുകൊണ്ട് ഓടടാ ഓട്ടം. ഹെൽപ്പ് ടെക്സ്റ്റ് സ്ക്രീൻ ഓ സ്നാപ്പ്. പിന്നെ പ്ലെയിനിൽ നിന്ന് ഡൈനാമിറ്റോ ഗ്രനേഡോ വീണെന്നോർത്ത് സ്റ്റേറ്റ് പോലീസ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനാമിക് ഇൻപുട്ട് കൊടുത്തു. ഐസോപ്ലെയിൻ, ഡൈനാമിക്, ഗ്രിഡ് മോഡ്, ഓർത്തോ മോഡ്, സ്നാപ്പ് മോഡ്, പോളാർ മോഡ്, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്, ഡൈനാമിക് ഇൻപുട്ട്. ഓക്കെ, അപ്പം ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള കോഡ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, ഇല്ലെങ്കിൽ എൻ്റെ മെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്കിതുപോലെ എല്ലാവർക്കും എത്തുന്ന രീതിയിലേക്ക് വീഡിയോസിലൂടെ അത് കൊണ്ടുവരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.